ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് മരുന്നൊക്കെ തീർന്ന ഇതുപോലത്തെ ബോട്ടിലുകളാണ്. നമുക്കിതിന്റെ സ്റ്റിക്കറൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പൊ നമ്മൾ ബോട്ടിലിന്റെ അടപ്പുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം വെള്ളത്തിലൊന്ന് താഴ്ത്തി വെക്കാം. നമ്മളിതിൽ കുറച്ച് ഡിഷ് വാഷ് ജെല്ലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബോട്ടിലുകളെല്ലാം കഴുകി വൃത്തിയാക്കി ഇതിന്റെ സ്റ്റിക്കറുകളെല്ലാം മാറ്റിയെടുക്കണം. അതെല്ലാം നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. അതിനകത്തെ വെള്ളമൊക്കെ പോവാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അതിലുണ്ടായിരുന്ന സ്റ്റിക്കർ കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടെ കളഞ്ഞെടുക്കാനുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ സ്റ്റിക്കറൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ഇതുകൊണ്ട് ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ബോട്ടിൽ നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു കത്തി ഉപയോഗിച്ച് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ബോട്ടിൽസ് എല്ലാം കുറച്ചൊരു കട്ടിയുണ്ട്, മുറിക്കാനായിട്ട് കുറച്ചൊരു പ്രയാസമുണ്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തത് കത്രിക ഉപയോഗിച്ച് നമുക്ക് ഒന്നും കൂടി ഒന്ന് ശരിയാക്കി എടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഇനി നമ്മളിത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുപോലെ നമുക്ക് മുഴുവനായും കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലത്തെ ബോട്ടിലൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ബോട്ടിലുകളും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ബാക്കിയുള്ള എല്ലാ ബോട്ടിലുകളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ഈ ബോട്ടിലുകളെല്ലാം കഴുകിയെടുത്തിട്ടും ആ സ്റ്റിക്കറിന്റെ ഒരു പശ ബോട്ടിലിൽ നിറയെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ മണ്ണെണ്ണ ആക്കിയിട്ടാണ് കളഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാ ബോട്ടിലുകളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ഫ്ലവർ ആക്കി എടുക്കണം. ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ കൈയൊക്കെ ഒരു വഴിക്കായി. വിരൽ ഇവിടെ ആയിട്ട് നല്ല വേദന എടുക്കുന്നുണ്ട്. ഏതായാലും നമുക്കിനി ഒരെണ്ണം കൂടി ഉള്ളൂ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ബോട്ടിലും കൂടെ നമുക്ക് ഫ്ലവർ ആക്കി എടുക്കാം. അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ ബോട്ടിലുകളും നമ്മൾ ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവറിലും കമ്പി കോർത്തെടുക്കാൻ വേണ്ടി 2 ഹോൾ ഉണ്ടാക്കി എടുക്കണം. അപ്പൊ നമ്മൾ ഇതുകൊണ്ടാണ് ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ബോട്ടിലിന്റെ അടിവശം നല്ല കട്ടിയുള്ളത് കൊണ്ട് ഇതുകൊണ്ട് ഹോൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നില്ല. നമുക്കിതൊന്ന് തീയിൽ ചൂടാക്കി എടുത്തതിന് ശേഷം ഹോൾ ഉണ്ടാക്കി എടുക്കാം. കുട്ടികൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ മുതിർന്നവരോട് ആരോടെങ്കിലും ചെയ്തു തരാനായിട്ട് പറയാ. കൈയൊന്നും ആരും പൊള്ളിക്കരുത്. നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളിലും നമ്മൾ ഹോളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതുപോലത്തെ കെട്ടുകമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും നമ്മുടെ ഫ്ലവറിലേക്ക് വെച്ചു കൊടുക്കാനുള്ളതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ കമ്പിയും ഫ്ലവറിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ കമ്പി അതിലേക്ക് കോർത്തെടുത്തതിന് ശേഷം തൊട്ടടുത്തുള്ള ഹോളിലൂടെ താഴേക്ക് ഇറക്കി കൊടുക്കുകയാണ്. അതിനുശേഷം 2 കമ്പിയും കൂടെ ചേർത്തൊന്ന് പിരിച്ചു കൊടുക്കണം. ഇതുപോലെ എല്ലാ ഫ്ലവറിലും നമുക്ക് കമ്പി വെച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഫ്ലവറിലും നമ്മൾ ഇതുപോലെ കമ്പിയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവറിന്റെ താഴെ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു അടപ്പ് വെച്ച് നമ്മൾ ഇതിൽ നിന്നും റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്.
നമ്മുടെ ഫ്ലവറിലേക്ക് വെച്ച് കൊടുക്കാനുള്ളതെല്ലാം നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നും ഫ്ലവറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ ഫ്ലവറിലും നമുക്ക് ചെയ്തെടുക്കാം. എല്ലാ ഫ്ലവറിലും നമ്മൾ അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ പൂക്കളുടെ തണ്ടിലും ഗ്രീൻ ടാപ്പും കൂടെ ചുറ്റി കൊടുക്കാം. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഇതുപോലത്തെ ബോട്ടിലുകളൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് ബോട്ടിലുകളൊന്നും വേണമെന്നില്ല. നമുക്കൊരു 3 ബോട്ടിലുകളൊക്കെ കിട്ടിയാലും ഫ്ലവർ ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. എല്ലാ കമ്പിയിലും നമ്മൾ ഗ്രീൻ ടാപ്പൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവറിന്റെ സെന്ററിലും വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ള വുളൻ ത്രെഡ് നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ ഇലകളൊന്നും വെച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇലകളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇലകളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. വുളൻ ത്രെഡൊക്കെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. 1-2 ബോട്ടിലുകൾ കൊണ്ടൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന് ഇലകൾ കൂടെ ചെയ്തെടുക്കണം. നമ്മളിവിടെ കുറേ പൂക്കളുള്ളത് കൊണ്ടാണ് അതിന് ഇലകളൊന്നും ചെയ്തെടുക്കാത്തത്. ഫ്ലവറിന്റെ സെന്ററിൽ നമ്മൾ വുളൻ ത്രെഡ് ഒട്ടിച്ചെടുക്കുന്നതിന് പകരമായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുത്താലും മതി. അങ്ങനെ ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും. എല്ലാ പൂക്കളിലും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വേസ്റ്റ് ബോട്ടിലുകളെല്ലാം നല്ല അടിപൊളി പൂക്കളായില്ലേ. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് നമുക്ക് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഗ്രീൻ ടാപ്പൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഇലകളൊക്കെ ഒട്ടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ ബോട്ടിലുകൾ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ കാണാനായിട്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ഈ ഒരു ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.